വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഉമേഷ് ചിരാശ്ശേരി. പ്രധാന വാർത്തകൾ. ബ്രിട്ടനിൽ കടുത്ത മഞ്ഞുവീഴ്ച, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഏഷ്യൻ ഗെയിംസ് 2010 സമാപിച്ചു, കേരളത്തിന് അഭിമാനിക്കാനേറെ. സ്കോട്ട്ലൻഡിൽ വാഹനാപകടത്തിൽ മരിച്ച ഡെനീഷിനും മഞ്ജുവിനും ഒരേ കല്ലറയിൽ അന്ത്യവിശ്രമം. ബ്രിസ്റ്റോളിൽ ബ്രിസ്ക് പിറന്നു. വോക്കിംഗിൽ ദീപാവലി ആഘോഷം വർണ്ണശബളമായി. ഇംഗ്ലണ്ടിന്റെ ദേശീയ ചാമ്പ്യൻ മലയാളിയായ രാജി ഔസേപ്പിന് ലണ്ടനിൽ സ്വീകരണം. പ്രവാസി ഇന്ത്യക്കാർക്ക് ഒരു സന്തോഷ വാർത്ത. വോട്ടവകാശം ജനുവരി മുതൽ നടപ്പിലാക്കുമെന്ന് കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി. വാർത്തകൾ വിശദമായി. ബ്രിട്ടനിൽ കടുത്ത മഞ്ഞുവീഴ്ച. 17 വർഷത്തിനിടയിൽ ബ്രിട്ടൻ കാണുന്ന ഏറ്റവും തണുത്ത നവംബറാണ് കടന്നുപോയത്. സൌത്ത് വെയിൽസ്, നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിലാണ് ആദ്യം ബാധിച്ചത്. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ എല്ലായിടത്തും കടുത്ത മഞ്ഞുവീഴ്ചയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഈ നില വീണ്ടും തുടരുമെന്നാണ് റിപ്പോർട്ട്. അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക എന്നാണ് പോലീസ് ഉപദേശിക്കുന്നത്. വിമാന സർവീസുകൾ പലതും റദ്ദാക്കി. നോർത്താംപ്ടണിലുള്ള അഡ്വക്കേറ്റ് സമദ് ഇപ്പോൾ ലൈനിലുണ്ട്. അദ്ദേഹത്തിനോട് മഞ്ഞുവീഴ്ചയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഹലോ അഡ്വക്കേറ്റ് സമദ്. ഹലോ അഡ്വക്കേറ്റ് സമദ്, UK മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് സമദ് ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? UK എവിടെയാണ്? അവിടുത്തെ മഞ്ഞുവീഴ്ച എങ്ങനെയുണ്ട്? എത്ര ദിവസങ്ങളായി തുടങ്ങിയിട്ട്? 2 ദിവസമായിട്ട് വളരെ കാഠിന്യമായ രൂപത്തിലേക്ക് വന്നത്. നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലാണ് ഇപ്പൊ പെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കാലത്ത് വണ്ടി എടുക്കാനോ നടന്നു പോകാനോ ഒന്നും നമുക്ക് കഴിയില്ല. ഓക്കെ, പ്രവാസി മലയാളികളെ സംബന്ധിച്ച് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഈ സ്നോയിങ് കൊണ്ടുണ്ടായത്? പല ഉൾപ്രദേശങ്ങളിലുള്ള റോഡുകളിലും ഇവര് ഉപ്പ് കയറാറില്ല. ഈ റോഡുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പോ ഈ പ്രവാസികളായിട്ടുള്ള ആളുകൾ ഒത്തിരി അവരുടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന നടത്തുന്നു പോകുന്ന സ്ഥലങ്ങളിൽ, കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സ്ഥലങ്ങളിലൊന്നും ഉപ്പ് കയറാത്തതുകൊണ്ട് ഈ ബ്ലാക്ക് ഐസ്, ഈ ഐസ് വീണ് മഴവെള്ളം കൂടിയിട്ട് അത് ഉറച്ചുള്ള ഐസ്, ആ ബ്ലാക്ക് ഐസിൽ തെങ്ങിയിട്ട് ഒത്തിരി മലയാളികൾ, പേഷ്യൻസ്, നമ്മൾ ഒത്തിരി ആളുകൾ ഇരിക്കുന്നു ആശുപത്രികളിലുണ്ട്. അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാല് വളരെയധികം ബുദ്ധിമുട്ടുകളാണ്. അത് ഞാനിപ്പോ ഇത്രയും ശ്രദ്ധിക്കാൻ കാരണം ഞാൻ തന്നെ ഇന്ന് രാവിലെ വീണു. അത് ശരി. അപ്പൊ അത് ഈ കൗണ്ടി കൗൺസിലാണ് അത് ശ്രദ്ധിക്കുന്നത്. അവരാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മണ്ണിന് കട്ട പിടിച്ച് ഉറച്ചിരിക്കാതിരിക്കാൻ വേണ്ടി ഉപ്പ് കയറണം. അത് ഇവർ വിതറിയിട്ടില്ല. ഞാനിപ്പോ ഇന്ന് കൗണ്ടിയിൽ ഫോൺ ചെയ്ത് പറഞ്ഞുള്ള കാര്യം. ഓക്കെ, താങ്ക് യു അഡ്വക്കേറ്റ് സമദ്. ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ചതിൽ ഒത്തിരി നന്ദി. താങ്ക് യു. ഇപ്പോൾ നമുക്ക് ലണ്ടനിലുള്ള സാൻഡി ജോർജ് ലൈനിലുണ്ട്. അദ്ദേഹം ഇന്ത്യൻ ആർമി സർവീസിലായിരുന്നു. അദ്ദേഹത്തിന്റെ സ്നോയിങ് എക്സ്പീരിയൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഹലോ സാൻഡി. ഹലോ സാൻഡി, ഇന്ത്യൻ ആർമി സർവീസിലായിരുന്നല്ലോ. കാശ്മീരിൽ എത്ര വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്? അപ്പൊ കാശ്മീരിലെ സ്നോയിങ്ങും ഇവിടുത്തെ സ്നോയിങ്ങും ഒന്ന് കമ്പയർ ചെയ്യാവോ? അത് 12 മാസവും സ്നോയിങ് ആണോ അവിടെ? ഡൗൺ ആയതുകൊണ്ട് അത് ഐസായി തന്നെ കിടക്കും. ഓക്കെ. ലണ്ടനിലെ ജനജീവിതം എങ്ങനെയുണ്ട്? തികച്ചും സ്തംഭിച്ചോ? ബസ് സർവീസ് ഉണ്ട്. ട്യൂബ് സർവീസോ? ട്യൂബ് സർവീസ് ഇല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഓഫീസുകൾക്കും അവധിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു സാൻഡി. ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ചതിന് വളരെ നന്ദി. ഇംഗ്ലണ്ടിന്റെ ദേശീയ ചാമ്പ്യനും മലയാളിയുമായ രാജി ഔസേപ്പ് ലണ്ടനിൽ സ്വീകരണം നൽകി. ഡൽഹിയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ബാഡ്മിന്റണിൽ സിംഗിൾസിൽ വെള്ളിയും ടീം ടൂർണമെന്റിൽ ഇംഗ്ലണ്ടിനു വേണ്ടി വെങ്കലവും നേടി. വർഷങ്ങളായി ലണ്ടനിൽ താമസിക്കുന്ന രാജി തൃശൂരിലെ നേരാട്ടിൻ തറവാട്ടിൽ ഔസേപ്പിന്റെയും ആശയുടെയും 3 മക്കളിൽ ഇളയവനാണ് രാജി. ഏഷ്യൻ ഗെയിംസ് 2010 16ാമത് ഏഷ്യൻ ഗെയിംസ് ചൈനയാണ് ആതിഥേയത്വം വഹിച്ചത്. ലോകത്തെ അതിശയിപ്പിച്ച ഉദ്ഘാടന ചടങ്ങായിരുന്നു ഗാങ്ഷുവിൽ. എന്നാൽ വെള്ളത്തിലും കരയിലുമായി ഇതൾ വിരിയുന്ന കാഴ്ചയുടെ വിരുന്നായിരുന്നു സമാപന ചടങ്ങിൽ. വനിതകളുടെ 400 മീറ്റർ റിലേയിൽ ഇന്ത്യൻ ടീം ഏഷ്യൻ ഗെയിംസിൽ ഹാട്രിക് നേട്ടം കുറിച്ചു. മലയാളിയായ സിനി ജോസ് ഉൾപ്പെട്ട ടീമാണ് സ്വർണം നേടിയത്.
മൂവാറ്റുപുഴ ആവോലി സ്വദേശിയാണ് സിനി ജോസ്. 14 സ്വർണം, 17 വെള്ളി, 33 വെങ്കലം നേടിയ ഇന്ത്യ 6ാം സ്ഥാനത്താണ്. ഇത് റെക്കോർഡ് നേട്ടമാണ്. പ്രീജ ശ്രീധരൻ 10,000 മീറ്ററിൽ സ്വർണവും 5,000 മീറ്ററിൽ വെള്ളിയും നേടി. രണ്ടിനും ദേശീയ റെക്കോർഡ്. ഗാൻഷോ ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും വിലപിടിപ്പുള്ള മലയാളി ഇടുക്കി രാജാക്കാട് സ്വദേശി പ്രീജ ശ്രീധരൻ തന്നെ. ചരിത്രത്തിൽ ആദ്യമായി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ പുരുഷന്മാരുടെ 400 മീറ്റർ ഹർഡിൽസിൽ സ്വർണം നേടി. ജോസഫ് ജി എബ്രഹാം 49.96 സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് ഈ നേട്ടം കൊയ്തത്. കൊരത്തോടിലൂടെ വളർന്ന ജോസഫ് മുണ്ടക്കയം സ്വദേശിയാണ്. ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ വനിതാ കബഡിയിൽ ഇന്ത്യയെ സ്വർണമണിയിപ്പിച്ച ടീമിൽ മലയാളിയായ ഷർമി ഉലഹന്നാൻ ഉണ്ടായിരുന്നു. ഷർമി കാസർഗോഡ് കൊന്നക്കാട് സ്വദേശിനിയാണ്. 400 മീറ്റർ ഹർഡിൽസിൽ കണ്ണൂർ ഇരിട്ടിക്കാരി ടിൻഡു ലൂക്കക്ക് വെങ്കലം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പക്ഷേ ഭാവിയിൽ ടിൻഡു ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കുമെന്ന് ഉറപ്പു തരുന്നതായിരുന്നു പ്രകടനം. സ്കോട്ട്ലൻഡിൽ വാഹനാപകടത്തിൽ മരിച്ച ഡെനീഷിനും മഞ്ജുവിനും ഒരേ കല്ലറയിൽ അന്ത്യവിശ്രമം. വേർപാടിന്റെ വേദന നിയന്ത്രിക്കാൻ പാടുപെടുന്ന കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയുമാണ് കാഞ്ഞിരപ്പള്ളിയിലെ പഴയിടം ഗ്രാമം കണ്ടത്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാത്യു ഒറയ്ക്കൽ സംസ്കാര ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ദീപിക MD, അലക്സാണ്ടർ പൈകട, പള്ളി വികാരി സെബാസ്റ്റ്യൻ ഉള്ളാട്ടിലും പങ്കെടുത്തു. ലിവർപൂൾ കേരള കാത്തലിക് കമ്മ്യൂണിറ്റി ക്രിസ്മസ് ആഘോഷം ഡിസംബർ 11-ന് 3 മണിക്ക് ആരംഭിക്കുന്ന പരിപാടികൾ പുതുമയാർന്നതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അനു തോമസ് ഒരുക്കുന്ന ബിബ്ലിക്കൽ നാടകമായ കാത്തിരിപ്പ് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. സെന്റ് തോമസ് കാത്തലിക് ഫോറം അപ്പച്ചൻ കണ്ണഞ്ചിരയെ വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ബ്രാഡ്ഫോർഡിൽ നിന്നുള്ള ബിജു പാറത്തോട്ടലാണ് പുതിയ സെക്രട്ടറി. ബെർമിഹാം അതിരൂപത ചാപ്ലിൻ ഫാദർ സെബാസ്റ്റ്യൻ അരിക്കാട് കേരളത്തിലേക്ക് മടങ്ങുന്നു. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ലൈനിലുണ്ട്. അദ്ദേഹത്തോട് സംസാരിക്കാം. ഹലോ ഫാദർ. ഫാദർ, ബ്രിട്ടീഷ് മലയാളി വാർത്തകളിലേക്ക് സ്വാഗതം. ഫാദർ, കഴിഞ്ഞ എത്ര വർഷങ്ങളായി ഫാദർ ഇവിടെയുണ്ട് UK-യിൽ? ഫാദറിന്റെ ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്താണ്? പൊതുവെ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഞാൻ വരുമ്പോൾ ഇവിടെ കാത്തലിക് കമ്മ്യൂണിറ്റീസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനെല്ലാം തേടിപ്പിടിച്ച് ചെറിയ സമൂഹങ്ങളാക്കി വളർത്തി. ഞാനൊരു 11 സമൂഹങ്ങളായിട്ട് ഇപ്പൊ വളർത്തി. അപ്പൊ അവരെല്ലാം കാത്തലിക്സ് തന്നെയാണ്. അപ്പൊ അതിനോട് എനിക്ക് അവരുടെ കൂടെ ജോലി ചെയ്യാനാണ് വലിയ താല്പര്യമായിരുന്നത്. വളരെ നന്നായി പോയി. വളരെ നല്ലൊരു അനുഭവമാണ് എനിക്കുണ്ടായത്. നാട്ടിലത്തെ ഒരു വിശ്വാസങ്ങളും ഇവിടത്തെ വിശ്വാസങ്ങളും തമ്മിൽ ഫാദറിന് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവിടുത്തെ വളരെ സ്പീഡ് ലൈഫിൽ വിശ്വാസങ്ങൾക്ക് കുറവുള്ളതായിട്ടോ അല്ലെങ്കിൽ അതിനെ വലിയ ഇമ്പോർട്ടൻസ് നൽകുന്നില്ല എന്ന് ഫാദറിന് തോന്നുന്നുണ്ടോ? വിശ്വാസവും ഇവിടുത്തെ വിശ്വാസം അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണ്. പക്ഷെ അത് ജീവിക്കുന്ന സാഹചര്യം മാറി വരുമ്പോൾ അത് അവതരിപ്പിക്കുന്ന രീതിയിലും അത് അഭ്യസിക്കുന്ന രീതിയിലും വ്യത്യാസം വരും. ഇവിടെ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ സാഹചര്യമാണ്. നമ്മുടെ നാട്ടിലുള്ള മനുഷ്യരെക്കാൾ ഇരട്ടി ബുദ്ധിമുട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ജോലിയും കുട്ടികളുടെ നോട്ടവും ഇവിടുത്തെ കാലാവസ്ഥയെല്ലാം നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. എന്നിട്ടും ഇവിടുത്തെ വിശ്വാസികൾ ആ വിശ്വാസം സ്ഥിരമായി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷവും അഭിമാനവും. ഫാദറിന്റെ ഇവിടുത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഫാദറിന് ഇവിടെ ഒരു ഫുൾ സപ്പോർട്ടാണ് കിട്ടിയത് എന്ന് പറയാൻ തെറ്റുണ്ടോ? എനിക്ക് ഒരു നല്ലൊരു ശതമാനം സപ്പോർട്ടാണ് കിട്ടിയത്. ഫുൾ എന്ന വാക്ക് ശരിയല്ലെങ്കിൽ പോലും നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. ഒരുപാട് ആളുകൾ നന്നായി അകമഴിഞ്ഞ് എന്നെ സഹായിച്ചിരുന്നു. ഫാദർ ഇപ്പോൾ തിരിച്ചു നാട്ടിലേക്ക് പോവുകയാണല്ലോ. ഈ സമയത്ത് ഫാദറിന് ഇവിടുത്തെ UK-യിലുള്ള വിശ്വാസികൾക്ക് നൽകാനുള്ള ഒരു മെസ്സേജ് ഒന്ന് പറയാമോ? എനിക്ക് പറയാനുള്ള പ്രധാനമായ കാര്യം, നമ്മളിവിടെ പ്രവാസികളായിട്ട് വന്നിരിക്കുകയാണ്. ഈ സംസ്കാരമായിട്ട് പെട്ടെന്ന് അഴിഞ്ഞു ചേരാനോ ഒരു സഹായം കിട്ടാനോ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് മലയാളികളായ നമ്മൾ തന്നെ ഒരുമിച്ച് നിന്ന് ഒരു കൂട്ടായ്മയായി ഒരു സംസ്കാരത്തിന്റെ ഒരു ഭാഷകളെയും പൈതൃകം ഏറ്റുവാങ്ങിയവര് ഒരുമിച്ച് നിന്ന് നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ആ പൈതൃകമോ ആധ്യാത്മികതയോ നഷ്ടപ്പെടാതെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. നിങ്ങളത് അഭ്യസിക്കുകയും നിങ്ങളുടെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണമെന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. ഓക്കെ ഫാദർ, താങ്ക് യു ഫാദർ. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിൽ ഒത്തിരി നന്ദി. BKCA വാർഷിക കൺവെൻഷൻ ഡിസംബർ 4-ന് എഡിൻടൺ പാരിഷ് സെന്ററിൽ നടക്കും. രാവിലെ 10:30-ന് വിശുദ്ധ കുർബാനയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്.
VKCA പ്രസിഡന്റ് സജി പണിക്കപ്പറമ്പിലും സെക്രട്ടറി ബിജു ചക്കാലയ്ക്കലും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ബിജു ഇപ്പോൾ ലൈനിലുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. ബിജു, ഹലോ. ബിജു, VKCA വാർഷിക കൺവെൻഷൻ ഈ ഡിസംബർ 4-നാണല്ലോ നടക്കുന്നത്. അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാവോ? അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച്. അസോസിയേഷന്റെ 9ാമത് ആനുവൽ കൺവെൻഷൻ ഈ ശനിയാഴ്ച, അതായത് ഡിസംബർ 4-ാം തീയതി നടക്കുകയാണ്. രാവിലെ 10:30 ന്യൂകാസിൽ രൂപത ചാപ്പയിൽ ഫാദർ സജി തോട്ടം വഴിയാണ് പരിപാടി ആരംഭിക്കുക. തുടർന്ന് ഒരു ജനറൽ മീറ്റിംഗ് നടത്തുന്നുണ്ട്. അതില് UKKCA പ്രസിഡന്റ് ഐശ്വൻ വാലയിൽ മുഖ്യാതിഥിയായിരിക്കും. അതുപോലെ നമ്മുടെ ബർമിംഗ്ഹാം കാനാകാർഡിക് അസോസിയേഷന്റെ പ്രസിഡന്റ് സജീവ് പണിക്കപ്പറമ്പിൽ അധ്യക്ഷനായിരിക്കും. ഫാദർ സജി തോട്ടം മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. കുട്ടികളുടെ ഒരു കലാപരിപാടിയുടെ ആയിരിക്കും, അതായത് ഒരു വെൽക്കം ഡാൻസോടുകൂടിയായിരിക്കും പ്രോഗ്രാംസ് ആരംഭിക്കുക. എന്തെങ്കിലും കോമ്പറ്റീഷൻസ് ഉണ്ടോ അതിനോട് അനുബന്ധിച്ച്? കോമ്പറ്റീഷൻസ് ഒന്നുമില്ല. ഇതിനു മുമ്പ് കോമ്പറ്റീഷനൊക്കെ നടന്നിട്ടുണ്ട്. അതിന്റെ വിജയികൾക്കൊക്കെ സമ്മാനം നൽകുന്നതാണ്. എത്ര ആളുകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഏകദേശം ഒരു 300-350 ആളുകൾ പങ്കെടുക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. വാർഷിക കൺവെൻഷൻ വളരെ വിജയമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഇത്രനേരം ഞങ്ങളോട് സംസാരിച്ചതിന് വളരെ നന്ദി. ഗ്രേസ് മെലോഡിയസ് ഓർക്കസ്ട്രയുടെ 2ാമത് വാർഷികം പോർട്സ്മൌത്തിൽ ആഘോഷിച്ചു. ഈ വാർഷികം ഗ്രേസ് നൈറ്റ് എന്നാണ് അറിയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട സംഘാടകനും അനുഗ്രഹീത ഗായകനുമായ നോബിൾ ഇപ്പോൾ ലൈനിലുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. ഹലോ നോബിൾ. നോബിൾ, നിങ്ങളുടെ കഴിഞ്ഞ 2ാമത് വാർഷികം വളരെ വിജയകരമായിരുന്നുവല്ലോ. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാവോ? തീർച്ചയായും അതിനെപ്പറ്റി പറയാനായിട്ട് ഒത്തിരി സന്തോഷമുണ്ട്. ഈ 2ാം വാർഷികമായിരുന്നു ഗ്രേസ് മെലോഡിയസിന്റെ നവംബർ 6-ാം തീയതി ശനിയാഴ്ചയായിരുന്നു. ഗ്രേസ് നൈറ്റ് എന്നത് ശരിക്കും ഗ്രേസ് മെലോഡിയസ് ഓർക്കസ്ട്രയുടെ വാർഷികമാണ്. നവംബർ 6-ാം തീയതി എന്തെല്ലാം പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു? ഗാനമേള കൂടാതെ വേറെ എന്തെല്ലാം പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു? തീർച്ചയായും അത് നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ കലകളെയും കൂട്ടിയാക്കിയുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. അതായത് പഞ്ചാബി ഡാൻസ്, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, മിമിക്രി, കവിതകള്, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും ഞങ്ങൾ അതിൽ കോർത്തിണക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ചതിലും വളരെയധികമായ ആളുകൾ കൂടിയിരുന്നു. നമുക്ക് 500 പേരൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇപ്രാവശ്യത്തെ ഇതില് 650 പേരോളം വന്ന് പങ്കെടുത്ത ഒരു വലിയൊരു പോസ്റ്റ്മോർട്ടത്തിൽ നടന്ന ഏറ്റവും വലിയൊരു സംരംഭമായി. തികച്ചും ഒരു വിജയത്തിന്റെ ഒരു കഥയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയും ഇതുപോലെയുള്ള വിജയവാർത്തകൾ നിങ്ങൾക്കുണ്ടാകട്ടെ. നോബിൾ, ഞങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാവോ? തീർച്ചയായും ഗാനം ആലപിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാനൊരു ഗാനം ഒരു പ്രയർ സോങ്, അതായത് അത് ഞാൻ പാടാം. അത് ഞാൻ പ്രിപ്പയർ ആയിട്ടില്ല. അതുകൊണ്ട് എന്റെ മനസ്സിൽ വരുന്ന ഒരു പാട്ട് ഞാൻ പാടാം. തീർച്ചയായിട്ടും. പരമൂർത്തി നമോ നമഃ പരമോന്നതനേ നമോ നമഃ പരമോത്കൃഷ്ട പവിത്രാത്മനേ നമഃ. താങ്ക് യു നോബിൾ. താങ്ക് യു വെരി മച്ച്. ഇതോടെ വാർത്തകൾ അവസാനിച്ചു.